ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു. നമസ്കാരം എല്ലാവർക്കും. ദൈവത്തിൻ്റെ രക്ഷയും സമാധാനവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്. വെൽക്കം ടു ഓറഞ്ച് ആപ്പിൾ മോട്ടിവേഷണൽ മോൺസ്റ്റർ. ഫോക്കസിനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. There are shorter focus and longer focus. എങ്ങനെയാണ് എന്ന് നോക്കാം നമുക്ക്. ഫോക്കസിൽ നമ്മൾ തിങ്ക് എബിലിറ്റിക്ക് അനുസരിച്ചാണ്, നോട്ട് സോണിന് അനുസരിച്ചാണ് ഓരോരുത്തരുടെയും ഫോക്കസിൻ്റെ ക്വാളിറ്റി ഉണ്ടാവുക. ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പീപ്പിൾ നമ്മൾ പറയാറുണ്ട്. അതിൽ ഒരു വിഭാഗം ആളുകൾ ഒന്ന് ഇമേജ് ചെയ്ത് കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകളാണ്. ഈ ഇമാജിനേഷൻ എന്ന് പറയുന്ന സംഭവം ശരിക്കും തോട്ട് സോണിൻ്റെ ഒരു ആക്ടിവിറ്റിയാണ്. ആക്ച്വലി ചെറിയ കുഞ്ഞു ഇമാജിനേഷനും വലിയ ഇമാജിനേഷനും ഒക്കെ ഉള്ള ആളുകൾ. ഒരു ഒഴിഞ്ഞ ഒരു പരന്നു കിടക്കുന്ന ഒരു പറമ്പില് ഒരു കുട ചൂടി ഒരാളിങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോ അയാളുടെ അടുത്ത് കുറച്ച് അപ്പുറത്ത് മാറിയിട്ട് നിലത്ത് പറമ്പിൽ കിളച്ചിട്ട് അവിടെ ചെറിയ തറയുമായി ബന്ധപ്പെട്ട ഒരു ജോലി ചെയ്യുന്ന ഒരാളാണ്. വഴിയിലൂടെ നടന്നു പോകുന്ന ഒരാള് ഇവിടെ ഇതുവരെ ഒഴിഞ്ഞു കിടക്കുകയായിരുന്നല്ലോ, ഇവിടെ എന്ത് സംഭവിച്ചു എന്ന് നോക്കാൻ വേണ്ടി ആ പണിയെടുക്കുന്ന ആളെടുത്ത് വന്നിട്ട് ചോദിച്ചു, ഇവിടെ എന്താ ഇപ്പം നിങ്ങളുടെ പരിപാടി? ഇവിടെ ഇങ്ങനെ ഒഴിഞ്ഞു കിടക്കുന്ന ഒരു സ്ഥലമായിരുന്നല്ലോ കുറേ കാലങ്ങളായിട്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്കിത് കണ്ടിട്ട് മനസ്സിലാവുന്നില്ല, എൻ്റെ കയ്യിൽ കണ്ടില്ലേ മൺവെട്ടി അല്ലെങ്കിൽ കൈക്കോട്ട്, ഇതുകൊണ്ട് ഞാനിത് അവിടെ കൊത്തിയിട്ട് ഇവിടെ ഇങ്ങനെ ശരിയാക്കുന്നു. അത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവണേ? അല്ല, അതെനിക്ക് മനസ്സിലായി. എന്നാ പിന്നെ വേറെന്താ അറിയണ്ട് എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ വഴിക്കുള്ളൊരു ഉത്തരം പറഞ്ഞ് പിരിച്ചു. കുറച്ചപ്പുറം മാറി കുടയുടെ തണലിൽ നിൽക്കുന്ന ആളുടെ അടുത്തേക്കായി ഇയാളുടെ പോക്ക്. അവിടെ പോയിട്ട് ചോദിച്ചു, നിങ്ങൾ ഇങ്ങനെ ഇവിടെ നോക്കി നിൽക്കണ്ടല്ലോ, അയാൾ ഇങ്ങനെ പണിയെടുക്കുന്നുണ്ട്, എന്താ ഇവിടെ പരിപാടി ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു, ഞാനിവിടെ ഒരു ബിൽഡിങ് കെട്ടാണ് എന്ന് പറഞ്ഞു. ഈ രണ്ട് ഉത്തരങ്ങളും, ചോദ്യം ഒന്നാണ്, രണ്ട് ഉത്തരങ്ങളാണ് അവിടെ ഉള്ളത്. ഇതാണ് ഫോക്കസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഷോർട്ടർ ആൻഡ് ലോങ്ങർ ഫോക്കസിന്റെ ഒരു ചെറിയ ഒരു മൈനർ എക്സാമ്പിൾ. ഈ വിഷൻ ഓറിയന്റഡ് ആയിട്ടുള്ള ആളുകളും ആക്ഷൻ ഓറിയന്റഡ് ആയിട്ടുള്ള ആളുകളും അതേപോലെ ജസ്റ്റ് കണ്ടു നിൽക്കുന്ന കാണികളെ പോലുള്ള ആളുകളും. ഒരു ഫുട്ബോൾ ടൂർണമെന്റ് നടക്കുകയാണെങ്കിൽ അത് സംഘടിപ്പിക്കുന്ന ആളുകളും കളിക്കുന്ന ആളുകളും കളി കാണുന്ന ആളുകളും ഉണ്ടാവും. ഈ മൂന്ന് വിഭാഗം ആളുകളുണ്ടാവും. ഗാലറിയിൽ നിന്ന് കളി പറയാൻ സുഖമായിരിക്കും, പക്ഷെ ഗ്രൗണ്ടിൽ നിൽക്കുന്ന കളിക്കാർക്ക് മാത്രമേ അതിൻ്റെ ഇതറിയൂ എന്ന് നമ്മൾ പറയും. സംഘടിപ്പിക്കുന്ന ആളുകൾ വേറെയാണ്. നെടുമ്പാശ്ശേരി ആ വലിയ ചതുപ്പ് നിലോ വെള്ളം നിൽക്കുന്ന സ്ഥലമോ പാടോ ഒഴിഞ്ഞു കിടക്കുന്ന ആലുവക്കപ്പുറത്തുള്ള സ്ഥലം കണ്ടിട്ട്
പണ്ട് ലീഡർ കെ കരുണാകരൻ പറഞ്ഞത് ഇവിടെ നമുക്ക് കേരളത്തിൽ തന്നെ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയൊരു എയർപോർട്ട് ഇവിടെ ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ ആ ഒഴിഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലവും ആ അങ്ങനെ ഒരു എയർപോർട്ടിനെ കുറിച്ച് ആളുകൾ ചിന്തിക്കുന്നിടത്തേക്ക് കാര്യങ്ങൾ പോയതും പിന്നീട് അവിടെ ഒരു എയർപോർട്ട് ഉണ്ടായതും ഒക്കെ നമ്മൾ കണ്ട ഒരു ചരിത്രം. കോഴിക്കോട് ഒഫീഷ്യൽ ബസ് സ്റ്റാൻഡിനെ കുറിച്ച് ഞാൻ മുമ്പ് സൂചിപ്പിച്ചതാണ്. അന്നത്തെ കലക്ടർ ജയകുമാറാണോ പത്മഭൂഷണാണോ ഓർമ്മയില്ല. അദ്ദേഹം ആ കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡ് ഡിസൈൻ ചെയ്ത സമയത്ത് അതിന്റെ ഉദ്ഘാടന സമയമാണ് ഏറ്റവും അത്ഭുതപ്പെടുത്തിയത്. വളരെ ചില്ലറ 8-10 ബസ്സിനപ്പുറത്തേക്ക് ആ മുഴുവൻ 2 ബസ് സ്റ്റാൻഡിലും ഇല്ല. അപ്പൊ ഇതിനകത്ത് റഹ്മ കല്ലടി മാം അല്ലെങ്കിൽ റഹീമ പയ്യന്നൂർ അല്ലെങ്കിൽ കോഴിക്കോട് ടൗണിൽ ട്രാവൽ ചെയ്ത പല ആളുകൾ ഇതിനകത്തിരിക്കുന്നു ഓഡിറ്റോറിയത്തിൽ. നിങ്ങളോടൊക്കെ ചോദിച്ചാൽ ഇന്ന് കോഴിക്കോട് ഒഫീഷ്യൽ ബസ് സ്റ്റാൻഡിനകത്തേക്ക് കയറാൻ ബസ് പോലും കയറാൻ കഴിയില്ല. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ്, അന്ന് അതിന്റെ ഒരു 35 വർഷം മുമ്പ് അതിന്റെ ഒരു ഉദ്ഘാടനം, 25-30 വർഷം മുമ്പുള്ള ഒരു ഉദ്ഘാടനത്തിന് വളരെ വിഷനറിയോട് കൂടിയിട്ട് കാണുന്നതും അന്ന് ആളുകൾ അതിനെ കളിയാക്കിയതും ഇന്നത്തെ കോഴിക്കോട് രാമനാട്ടുകര ബൈപ്പാസ് എന്ന ഹൈവേ ആയിട്ട് മാറിയ വലിയ ഹൈവേ ആയിട്ട് മാറിയ റോഡിൽ ഒരു സ്ഥിരമായി മനുഷ്യർ ആക്സിഡന്റ് ആയിട്ട് മരിക്കുകയും പട്ടികളോ സ്ഥിരമായ റോഡിൽ മരിച്ചു കിടക്കുകയൊക്കെ ചെയ്ത ഒരു കാലമുണ്ടായിരുന്നു. അത് തുടങ്ങിയ സമയത്ത് വളരെ റയറായിട്ട് മാത്രം വാഹനങ്ങൾ കാണുന്നത്. ഇന്ന് ആ റോഡിൽ വാഹനങ്ങൾ കൊണ്ട് നിൽക്കാൻ വയ്യ. See, ഈ പലപ്പോഴും ഇമേജിനറി ആയിട്ടുള്ള വിഷണറി ആയിട്ടുള്ള ആളുകൾ അവര് ഒരുപാട് ദൂരത്തേക്ക് കാണാൻ സാധിക്കും. ഇത് ഒരു സോഷ്യൽ ഗ്രോത്തിനെ ബേസ് ചെയ്തിട്ടോ ഹ്യൂമൻ ഡെവലപ്മെന്റിനെ ബേസ് ചെയ്തിട്ടോ സോഷ്യൽ ഡെവലപ്മെന്റിനെ ബേസ് ചെയ്തിട്ടോ ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ പോകുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടോ ഒക്കെ ഉണ്ടാക്കുന്ന വിഷൻ ഓറിയന്റഡ് ആയിട്ടുള്ള ലെങ്തി ആയിട്ടുള്ള ഫോക്കസുള്ള ആളുകൾ, വളരെ ഷോർട്ടറായിട്ടുള്ള ഫോക്കസുള്ള ആളുകളുണ്ടാവും. നമ്മൾ ഏതിൽ പെടുന്നു എന്നുള്ളത് നമ്മളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ചോദ്യമാണ്. ഞാൻ വലിയ വിഷനുള്ള ആളാണോ ഇല്ലേ എന്നുള്ളതാണ് അവനവനോട് ചോദിക്കേണ്ടത്. ലോകത്ത് ഇന്ന് കാണുന്ന എല്ലാ തരത്തിലുള്ള സക്സസ് സ്റ്റോറിയെ നോക്കി അമ്പരപ്പോട് കൂടി നോക്കി നിൽക്കുന്ന ആളുകളെ നമ്മൾ നാട്ടിൽ കാണാറുണ്ട്. ഇവിടെ ബുർജ് ഖലീഫ കയറാൻ വേണ്ടി കോടികൾ ലക്ഷങ്ങൾ മുടക്കി നാട്ടിൽ നിന്ന് ടൂറിസ്റ്റായി വന്ന് കാണുന്ന ആളുകൾ അത്ഭുതത്തോടു കൂടി അതിന്റെ മുകളിൽ കയറുകയും ഇറങ്ങുകയും അതിനെ ദൂരത്ത് നിന്ന് കാണുകയും ഫോട്ടോ എടുക്കുകയും ഒക്കെ ചെയ്ത് അത്ഭുതം പറയുന്ന എത്രയോ ആളുകളുണ്ട്. ഇനി അതുപോലെ തന്നെ മുംബൈ ടവറും ജിദ്ദ ടവറും ഒക്കെ അതിനേക്കാൾ വലുപ്പത്തിലുള്ള ടവറുകൾ ഇവിടെ ദുബായത്തിന്റെ പുതിയ ടവറൊക്കെ വരുന്നു. ലോകത്ത് 3 പുതിയ ടവറുകൾ അതിനേക്കാൾ വലുപ്പത്തിൽ വരാൻ പോവാം. ജിദ്ദ ടവറൊക്കെ ഏകദേശം നല്ല ശതമാനം വർക്ക് കംപ്ലീറ്റ് ചെയ്തത് നിങ്ങൾക്ക് യൂട്യൂബിലൊക്കെ നോക്കി അതിന്റെ വർക്ക് കാണാൻ പറ്റും. ഇതൊക്കെ അങ്ങനെ ഒരു ജിദ്ദയിൽ ഒരു ടവർ, റെഡ് സീക്ക് അടുത്ത് ഒരു ടവർ നടക്കുമോ എന്നുള്ളത് പോലും സംശയത്തോടു കൂടിയാണ് ആളുകൾ കേൾക്കുമ്പോഴും കാണുമ്പോഴും ഒക്കെ ഉണ്ടായത്. ബുർജ് ഖലീഫയേക്കാൾ വലിയൊരു ടവർ ഇനി ദുബായിൽ വരുന്നു എന്ന് പറയുമ്പോൾ ദുബായിലുള്ള ആളുകൾക്ക് ഇതൊക്കെ വിഷൻ ഓറിയന്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റിയാണ്. എനിക്ക് ഓർമ്മയുണ്ട് CNN ഒരു ഇന്റർവ്യൂവില് 10-20 വർഷങ്ങൾക്ക് മുമ്പ് ദുബായിലെ അന്നത്തെ ഏറ്റവും വലിയ എയർപോർട്ട് ഓൾഡ് ദുബായിൽ ഉദ്ഘാടനം ചെയ്ത സമയത്ത് ഭരണാധികാരി ഷെയ്ഖ് മുഹമ്മദുമായിട്ടുള്ള ഇന്റർവ്യൂവിൽ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത്, എൻ്റെ സ്വപ്നത്തിന്റെ 10% പോലും പൂർത്തിയായിട്ടില്ല, ഞാൻ കാണുന്ന ദുബായ് ഇതല്ല എന്നാണ്. പക്ഷെ അതേ എയർപോർട്ടിൽ നിന്ന് 60 കിലോമീറ്റർ ദൂരെ തെക്ക് ദുബായിൽ ഇന്ന് ലോകത്ത് കാണാവുന്നതിൽ വെച്ച് അല്ലെങ്കിൽ ഉണ്ടാക്കാൻ പറ്റാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ എയർപോർട്ട്, ആ എയർപോർട്ട് നിലനിൽക്കേണ്ട സ്ഥലം ഇനി ലോകത്തൊരു എയർപോർട്ടിനും അക്വയർ ചെയ്യാൻ പറ്റാത്ത അത്രയും ചതുരശ്ര കിലോമീറ്റർ അളവിലുള്ള ഭൂമി, അത്ര വലിയ എയർപോർട്ട് ആൾറെഡി നിർമ്മിച്ച് 6-7 വർഷമായി ഓപ്പറേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ദുബായ്.
അതിനോടനുബന്ധിച്ച് 2040 ഇപ്പോൾ ദുബായിലുള്ള ആളുകളുടെ ഇരട്ടി ആളുകളെ അട്രാക്ട് ചെയ്യാൻ ആവശ്യമായ പുത്തൻ പദ്ധതിയുമായി ബില്യൺ കണക്കിന് കണ്ടാൽ പേടി തോന്നുന്ന അത്രയും വലിയ പ്രൊജക്റ്റുകളുമായിട്ട് ദുബായ് മുന്നോട്ട് പോവുകയാണ്. പലപ്പോഴും നമ്മുടെ നാടുകളിലൊക്കെ ഒരു റോഡ് വരുന്നത് ഒരുപാട് കാലം ആളുകൾക്ക് കണ്ടിരിക്കാനും പണി കഴിഞ്ഞാൽ ഉദ്ഘാടനം ചെയ്യാൻ ആളെ കിട്ടാതെ വെറുതെ കിടക്കുന്നതൊക്കെ നമ്മൾ കാണാറുണ്ട്. പക്ഷേ ഇത്തരത്തിൽ ഗ്രോയിങ് ആയിട്ടുള്ള കൺട്രികളിൽ ചേഞ്ചസ് കണ്ണിമവട്ടുന്ന സ്പീഡിൽ നമ്മൾ നോക്കി നിൽക്കെ വേഗതയിൽ നടന്നു പോകുന്നു കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ പറയും അത് വിഷണറി ആയിട്ടുള്ള ലീഡേഴ്സ് ഉള്ളത് കൊണ്ടാണ്. അവരുടെ ഫോക്കസ് ഇവിടെയല്ല, അവരുടെ ഫോക്കസ് അതിൻ്റെയും എത്രയോ അപ്പുറത്തേക്ക് 2040 അവർ ഫോക്കസ് ചെയ്യുന്നത്, 2050 അവർ ഫോക്കസ് ചെയ്യുന്നത് പറയും. ഈ ചോദ്യം നമ്മൾ ഈ ചർച്ചയിൽ ചോദിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം നമ്മളുടെ ജീവിതവും ഇങ്ങനെ പാസ് ചെയ്ത് പോകണം. വാട്ട് വി ആർ ലുക്കിംഗ് ടു, ഏത് തരത്തിലുള്ള ഫോക്കസിലേക്കാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു സംശയം, എന്നോട് നിങ്ങൾ തിരിച്ചു ചോദിക്കാവുന്ന ഒരു ചോദ്യം, ഓ അതൊന്നും നമുക്ക് പറഞ്ഞിട്ടില്ലപ്പാ, അതൊക്കെ അങ്ങനത്തെ ആളുകൾക്ക് എല്ലാ മനുഷ്യർക്കും പറഞ്ഞിട്ടുണ്ട്. ഒരു വ്യത്യസ്തമായ ഒന്നും ഇവരിൽ ആരിലും ദർശിക്കാൻ സാധിക്കില്ല. എല്ലാവരും മനുഷ്യരാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തെണ്ടി നടക്കുന്ന ഒരു ഭിക്ഷക്കാരനും രാജ്യം ഭരിക്കുന്ന ഒരു ഭരണാധികാരിക്കും ഒരുപോലെയുള്ള CAR, കറണ്ട് അവൈലബിൾ റിസോഴ്സ് എന്ന് പറഞ്ഞത് 24 മണിക്കൂറാണ്, 1440 മിനിറ്റാണ്. പക്ഷെ എന്തേ നമുക്ക് 1440 മിനിറ്റിനെ അതീവ ശക്തമായ രൂപത്തിൽ ഫ്രൂട്ട്ഫുൾ ആക്കാൻ സാധിക്കാത്തത്? ഇത് ആക്ഷനാണോ ഇഷ്യൂ, പറച്ചിലാണോ ഇഷ്യൂ, വേർഡ് സോണിലാണോ ഇഷ്യൂ, ആക്ഷൻ സോണിലാണോ ഇഷ്യൂ? അല്ല, ഇതിൻ്റെ ഇഷ്യൂ തോട്ട് സോണിലാണ്. സോ നമ്മളുടെ തോട്ട് സോണിൻ്റെ ഇഷ്യൂ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് നമ്മളുടെ വിഷൻ്റെ വലുപ്പം കൂട്ടാൻ സാധിക്കും. Let us find our problems in our thought zone. So wishing you all the very best. Let us see more visionary focuses. Have a great day and God bless. Thank you so much. I love you all. Thank you, sir. Thank you. Thank you, sir. Thank you, sir. Thank you. Thank you. Thank you and God bless. Thank you, sir. Thank you so much. Thank you. Thank you, Nasa sir.